ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 39. ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം മജിരേണാധിഗച്ഛതി. വിവർത്തനം. ഇന്ദ്രിയ സംയമനം ചെയ്തവനും ദിവ്യജ്ഞാനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനുമായ ഒരു വ്യക്തി ആ ജ്ഞാനത്തിന് അർഹൻ തന്നെ. അത് ലഭിച്ചാൽ അയാൾക്ക് വേഗത്തിൽ പരമമായ ആധ്യാത്മിക ശാന്തി കൈവരും. ഭാവാർത്ഥം: കൃഷ്ണനിൽ ദൃഢവിശ്വാസമുള്ള ഒരാൾക്ക് കൃഷ്ണാവബോധത്തിലുള്ള ആ ജ്ഞാനം നേടാവുന്നതാണ്. കൃഷ്ണാവബോധപൂർവം പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രം ആത്യന്തികമായ പൂർണ്ണതയിലെത്താം എന്നുറപ്പുള്ള വ്യക്തിയെ ശ്രദ്ധാവാൻ എന്നു പറയാം. ആ വിശ്വാസമാകട്ടെ ഭക്തിപൂർവം സേവനമനുഷ്ഠിക്കുന്നതുകൊണ്ടും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുന്നതുകൊണ്ടും കരഗതമാകുന്നതാണ്. ഹൃദയത്തിലെ മാലിന്യങ്ങളെല്ലാം നീക്കിക്കളയുന്നതാണ് ഈ മന്ത്രോച്ചാരണം. ഇതിനു പുറമെ ഇന്ദ്രിയ നിയന്ത്രണവും വേണം. കൃഷ്ണനിൽ വിശ്വാസവും ഇന്ദ്രിയദമനവുമുള്ള ഒരാൾക്ക് പരിപൂർണമായ കൃഷ്ണാവബോധജ്ഞാനം അനായാസേന താമസം വിനാ ലഭ്യമാവും. ശ്ലോകം 40. അജ്ഞശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി ന്യായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. വിവർത്തനം. ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ട്യാ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വരാവബോധം ലഭിക്കുന്നില്ല. അവർ അധപ്പതിക്കുന്നു. സംശയാലുവായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭ്യമല്ല. ഭാവാർത്ഥം: ആധികാരികങ്ങളായ ധർമ്മശാസ്ത്രങ്ങളിൽ വെച്ച് അത്യുത്തമമാണ് ഭഗവത്ഗീത. ഏതാണ്ട് മൃഗപ്രായരായവർക്ക് ഈ ഗ്രന്ഥങ്ങളിൽ വിശ്വാസമോ അവയെക്കുറിച്ച് അറിവോ ഇല്ല. മറ്റു ചിലർക്ക് അറിവുണ്ടെന്ന് മാത്രമല്ല, അവയിൽ നിന്ന് സൂക്തങ്ങൾ ഉദ്ധരിച്ച് കേൾപ്പിക്കാൻ കൂടി കഴിയുമെങ്കിലും യഥാർത്ഥത്തിൽ വിശ്വാസം പോരാ. ഭഗവത്ഗീതയെപ്പോലുള്ള ധർമ്മഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന മറ്റു ചിലർക്കാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാനിൽ വിശ്വാസമില്ല. അദ്ദേഹത്തെ ആരാധിക്കുകയുമില്ല. അങ്ങനെയുള്ളവർക്ക് കൃഷ്ണാവബോധത്തിൽ ഒരു നിലനിൽപ്പുമില്ല. അവർ വീണുപോകുന്നു. ഇപ്പറഞ്ഞവരിൽ വെച്ച് അവിശ്വാസികളും സദാ സംശയാലുക്കളുമായ കൂട്ടർക്കാണ് ഒരിക്കലും ഉയർച്ച സിദ്ധിക്കാതെ വരുന്നത്. ഈശ്വരനിലോ അവിടുത്തെ വചനങ്ങളിലോ വിശ്വസിക്കാത്തവർ ഈ ലോകത്തിൽ ഒരു നന്മയും കണ്ടെത്താറില്ല. പരലോകത്തിലും അങ്ങനെ തന്നെ. അവർക്ക് ഒരിക്കലും സുഖമില്ല. അതിനാൽ ഏതൊരാളും ധർമ്മശാസ്ത്രങ്ങളിലെ സിദ്ധാന്തങ്ങൾ വിശ്വാസത്തോടെ അറിഞ്ഞനുസരിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ അവർ ജ്ഞാനത്തിൻ്റെ വേദിയിലേക്ക് ഉയർത്തപ്പെടും. ഈ അറിവ് മാത്രമേ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ അതീന്ദ്രിയ മേഖലയിലേക്ക് മനുഷ്യനെ എത്തിക്കുകയുള്ളൂ. സംശയാലുക്കൾക്ക് ആ ആധ്യാത്മികമായ മുക്തിപദത്തിന് അർഹതയേയില്ല. ഒരാൾക്ക് വിജയം നേടണമെങ്കിൽ ശിഷ്യപരമ്പരയിൽപ്പെട്ട ശ്രേഷ്ഠരായ ആചാര്യന്മാരുടെ കാലടിപ്പാടുകളെ പിന്തുടരുക തന്നെ വേണം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.